IPLലെ ഏറ്റവും മൂല്യമേറിയ ബ്രാൻഡ് ഏതായിരിക്കും? ഓരോ ക്ലബ്ബുകൾക്കും ഇഷ്ടംപോലെ ഫാൻസ് ഉണ്ട്. പക്ഷെ ഒരു ബ്രാൻഡ് എന്ന നിലയിൽ മുമ്പിൽ നിൽക്കുന്നത് ഏതായിരിക്കും? ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് ടീമുകൾ മനസ്സിലേക്ക് വരുന്നില്ലേ? അതങ്ങ് കമൻറ്റ് ചെയ്യൂ. നമുക്ക് നോക്കാം ഏറ്റവും കൂടുതൽ ആളുകൾ പ്രെഡിക്റ്റ് ചെയ്തത് ഏത് ടീമിനെയാണെന്ന്. അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് IPLലെ ബ്രാൻഡ്, ആരാധക പിന്തുണ, ജനകീയത, പരസ്യ കരാറുകൾ, സൂപ്പർ താര സാന്നിധ്യം എന്നിങ്ങനെ വിവിധ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ബ്രാൻഡ് മൂല്യം നിർണ്ണയിക്കുക. അങ്ങനെ ഇത്തവണത്തെ സകല ടീമിൻ്റെയും ബ്രാൻഡ് മൂല്യം കണക്കാക്കിയിട്ടുമുണ്ട്. അതിൽ എട്ടാമതുള്ളത് $42 മില്യൺ ബ്രാൻഡ് മൂല്യമുള്ള സഞ്ജു സാംസൺ നായകനായ രാജസ്ഥാൻ റോയൽസ് ആണ്. മുമ്പ് പറഞ്ഞ ഘടകങ്ങൾ അടിസ്ഥാനമാക്കി നോക്കിയപ്പോഴാണ് ഇത് തിട്ടപ്പെടുത്തിയത്. ഇനി അടുത്തത് 7ാം സ്ഥാനത്ത് നിൽക്കുന്നത് $45.3 മില്യൺ ബ്രാൻഡ് മൂല്യമുള്ള പഞ്ചാബ് കിങ്സ് ആണ്. 6ാം സ്ഥാനത്തുള്ളത് $48.2 മില്യൺ ബ്രാൻഡ് മൂല്യമുള്ള സൺറൈസേഴ്സ് ഹൈദരാബാദ് ആണ്. ഋഷഭ് പന്തിന്റെ ഡൽഹി ക്യാപിറ്റൽസ് $64.1 ബ്രാൻഡ് മൂല്യവുമായി 5ാം സ്ഥാനത്തുമുണ്ട്. $69.8 മില്യൺ ബ്രാൻഡ് മൂല്യം കണക്കാക്കുന്ന വിരാട് കോഹ്ലിയുടെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ആണ് ബ്രാൻഡ് മൂല്യത്തിൽ 4ാമതുള്ളത്. വിരാട് കോഹ്ലി തന്നെയാണ് RCBയുടെ ഏറ്റവും വലിയ സ്വത്ത്. ആരാധകരോടുള്ള ഫലപ്രദമായ ഇടപെടലുകളും അവരെ ജനപ്രിയമാക്കുന്നു. അതുപോലെ ഷാരൂഖ് ഖാന്റെ ഉടമസ്ഥതയിലുള്ള കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ആണ് ബ്രാൻഡ് മൂല്യത്തിൽ 3ാമതുള്ളത്. $78.6 മില്യൺ ആണ് കൊൽക്കത്തയുടെ ബ്രാൻഡ് മൂല്യമായി കണക്കാക്കുന്നത്. കിങ്കാന്റെ സാന്നിധ്യമാണ് കൊൽക്കത്തയുടെ മൂല്യം ഉയർത്തുന്ന പ്രധാന ഘടകങ്ങളിലൊന്ന്. ഇനി ഏറ്റവും നിർണായകമായ 1ഉം 2ഉം സ്ഥാനം നോക്കാം. MS ധോണിയുടെ ചെന്നൈ സൂപ്പർ കിങ്സ് ആണ് ബ്രാൻഡ് മൂല്യത്തിൽ 2ാമത്. $81 മില്യൺ ആണ് ചെന്നൈ സൂപ്പർ കിങ്സിന്റെ ബ്രാൻഡ് മൂല്യമായി കണക്കാക്കിയിരിക്കുന്നത്. ധോണിയുടെ സാന്നിധ്യം തന്നെയാണ് ചെന്നൈയുടെ ബ്രാൻഡ് മൂല്യം ഉയർത്തുന്നതിൽ നിർണായക ഘടകം. പരിചയസമ്പന്നരായ മാനേജ്മെന്റും 5 കിരീടങ്ങൾ നേടിയിട്ടുള്ള സ്ഥിരതയും ചെന്നൈയുടെ മൂല്യം ഉയർത്തുന്നു. ഇനി 1ാം സ്ഥാനം. ആരാധക പിന്തുണ, ജനകീയത, പരസ്യ കരാറുകൾ, സൂപ്പർ താര സാന്നിധ്യം എന്നിങ്ങനെ വിവിധ ഘടകങ്ങളെ അടിസ്ഥാനമാക്കിയുള്ള ബ്രാൻഡ് മൂല്യത്തിൽ $87 മില്യൺ ബ്രാൻഡ് മൂല്യവുമായാണ് മുംബൈ 1ാമതെത്തിയത്. IPLൽ 5 തവണ കിരീടം നേടിയ 2 ടീമുകളിൽ ഒന്നാണ് മുംബൈ ഇന്ത്യൻസ്. അതും ബ്രാൻഡ് മൂല്യം ഉയർത്തുന്ന ഘടകമായി. രോഹിത് ശർമ്മ, ജസ്പ്രീത് ബുംറ എന്നിങ്ങനെ ലോക ക്രിക്കറ്റിലെ സൂപ്പർ താര സാന്നിധ്യവും മുംബൈയെ മുന്നിലെത്തിച്ചു. ലക്നൌവും ഗുജറാത്തും പുതിയ ടീമുകളായതിനാൽ ഇരു ടീമുകളുടെയും ബ്രാൻഡ് മൂല്യം കണക്കാക്കിയിട്ടില്ല. അപ്പോൾ നിങ്ങൾക്ക് എന്തു തോന്നുന്നു? ഈ ബ്രാൻഡിങ്ങിൽ നിങ്ങൾ സന്തുഷ്ടരാണോ?